മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി മോഹികൾക്ക് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ താക്കീത്. ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ പരിഗണിക്കുന്ന ഒന്നിലധികം പേരുകൾ ഉണ്ടാകാം. പക്ഷേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായി നിൽക്കണം. പരിഗണിക്കാത്തവർക്ക് UDF അധികാരത്തിൽ എത്തുമ്പോൾ പരിഗണന ഉണ്ടാകുമെന്നാണ് വാഗ്ദാനം. ബിനിൽ ലീല സാബു വിവരങ്ങളുമായിട്ടുണ്ട്. ബിനിലെ, ഈ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കോൺഗ്രസ് അല്ല ഇപ്പോഴത്തെ കോൺഗ്രസ് എന്ന നേതാക്കൾ എല്ലാവരും പറയുന്നുണ്ട്. അത് ഈ പറയാനുള്ള കാരണം നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ പ്രഖ്യാപിച്ച തിരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകുന്നതിനെ ചൂണ്ടിക്കാട്ടിയാണ്. പക്ഷേ അങ്ങനെ സജീവമാകുമ്പോഴും ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ പേരിടം പിടിച്ചില്ല എന്ന് പറഞ്ഞുള്ള അവിടെയും ഇവിടെയുള്ള മുറുമുറുപ്പുകൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. അപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇനി അങ്ങനെ ഒരു നീക്കം വേണ്ട, അങ്ങനെ ഒരു പിണക്കം ആർക്കും ഉണ്ടാകണ്ട എന്ന് കരുതിയാണോ ഒരു മുഴ മുൻപേ ഉള്ള KCയുടെ ഇപ്പോഴത്തെ ഈ ഒരു നിർദ്ദേശം? 10 വർഷമായി UDF-ന് കേരളത്തിൽ ഭരണമില്ല. ഇത്തവണ ഭരണം പിടിക്കാൻ ഉറച്ചാണ് കോൺഗ്രസും UDF-ഉം മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായാണ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ കോൺഗ്രസ് തയ്യാറാക്കുകയും ചെയ്യുന്നത്. ഉഭയകക്ഷി ചർച്ചയൊക്കെ ഏകദേശം പൂർത്തിയായി വരികയാണ്. ഘട്ടത്തിലാണ് ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ KPCC-യുടെ ഒരു നേതൃയോഗം സംഘടിപ്പിച്ചത്. അത് നിരീക്ഷകരായിട്ടുള്ള സച്ചിൻ പൈലറ്റും കനയ്യകുമാറും ഒക്കെ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ആ യോഗത്തിലാണ് ഇത്തരത്തിലൊരു താക്കീത് KC വേണുഗോപാൽ നൽകിയത്. അതായത് ഒരു മണ്ഡലത്തിൽ ഒന്നിലധികം ആളുകൾ മത്സരിക്കാനുണ്ടാകാം, അവരുടെ പേരുകൾ ഉണ്ടാകാം. അവസാന ഘട്ടത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ മറ്റ് പേരുള്ള ആളുകൾ, അതായത് അവിടെ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്ന പേരുണ്ടായിരുന്ന ആളുകൾ ആ സ്ഥാനാർത്ഥിക്ക് ഒപ്പം നിൽക്കണം, അല്ലാതെ ആ സ്ഥാനാർത്ഥിക്ക് എതിരായി നിൽക്കാൻ പാടില്ല. അത് പാർട്ടി നിരീക്ഷിക്കും എന്നാണ് KC പറഞ്ഞിട്ടുള്ളത്. അതായത് അവിടെ പരാജയപ്പെടുത്താനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്തിയാൽ അത് പാർട്ടി പരിശോധിക്കും. മാത്രമല്ല UDF അധികാരത്തിലേക്ക് വരാൻ പോവുകയാണ്. അങ്ങനെ പ്രവർത്തിക്കുന്നവരെ പാർട്ടി പരിഗണിക്കും. അധികാരത്തിൽ വരുമ്പോൾ മറ്റ് സ്ഥാനങ്ങൾ നൽകി പരിഗണിക്കും എന്നാണ് പറയുന്നത്. മറ്റൊന്ന്, പരാജയപ്പെട്ടാൽ മറ്റൊരു പദവി നൽകേണ്ടതില്ല എന്നുള്ള ഒരു കാര്യവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാർട്ടി എല്ലാവരെയും, അതായത് തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ പ്രവർത്തനം പരിശോധിക്കുക. ആ പ്രവർത്തനത്തിൽ മെല്ലെ പോക്ക് നടത്തുന്ന അല്ലെങ്കിൽ മാറി നിൽക്കുന്ന ആളുകളെ ആ രീതിയിൽ പരിഗണിക്കില്ല എന്നാണ് നേതൃയോഗത്തിൽ ഒരു താക്കീതായി തന്നെ KC വേണുഗോപാൽ പറഞ്ഞിട്ടുള്ളത്. സേതു. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.